ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ. മെറി ക്രിസ്മസ്. ഇന്ന് വന്നിരിക്കുന്നത് സർവ്വം മായ റിവ്യൂലോട്ടാണ്. എല്ലാവരും കാത്തിരുന്നതാണ് നിവിൻ പോളിയുടെ ഒരു കമ്പാക്ക് എപ്പം വരുമെന്ന് കാത്തിരിക്കുമായിരുന്നു. പക്ഷേ ഈ സർവ്വമായ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെ ഒരു കമ്പാക്ക്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. കുറേ നാൾക്ക് ശേഷം നിവിൻ പോളിക്ക് ഒരു നല്ലൊരു പെർഫോമറെ കാണാൻ പറ്റിയൊരു പടം കൂടിയാണ് സർവ്വമായ. ഡയറക്ടർ, റൈറ്റർ, എഡിറ്റർ അഖിൽ സത്യൻ. സിനിമാറ്റോഗ്രാഫി ക്യാമറ ചെയ്തേക്കുന്നത് ശരൺ വേലായുധൻ. മ്യൂസിക് ചെയ്തേക്കുന്നത് ജസ്റ്റിൻ പ്രഭാകർ. കിടിലൻ മ്യൂസിക്. അപ്പോൾ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നൈസ് പടം. നിവിൻ പോളിയെ കൂടാതെ അജു വർഗീസ്, ജനാർദ്ദനൻ, പിന്നെ കുറേ ക്യാമിയോസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. പിന്നെ അതിനകത്ത് ആക്ട്രസ് പ്രീതി മുകുന്ദൻ ഉണ്ടെങ്കിലും സ്കോർ ചെയ്തേക്കുന്ന വേറൊരു പെൺകൊച്ചാണ്, റിയ ഷിബു എന്ന് പറയുന്ന ഒരു പെൺകൊച്ചാണ് അത് സ്കോർ ചെയ്തേക്കുന്നത്. അത് നല്ല കിടിലിനാക്കി അത് ആ കൊച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇമോഷൻ ആയാലും കോമഡി ആയാലും ആ കൊച്ച് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പടത്തിലോട്ട് പോകുകയാണെങ്കിൽ ഇതൊരു ഫാമിലി ഇമോഷൻ ഫാൻറ്റസി മൂവിയാണേ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് അവർ ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഖിൽ സത്യൻ, ഡയറക്ടർ. പിന്നെ ഇതിനകത്ത് നിവിൻ പോളിയുടെ പെർഫോമൻസ് എടുത്ത് പറയാനുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു പെർഫോമറായിട്ടുള്ള ഒരു നിവിൻ പോളിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഒരു ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് വന്നിട്ടുണ്ടായിരുന്നു നിവിൻ പോളിയുടെ. അത് പ്രതീക്ഷിച്ച അത്ര എനിക്കത് ഇഷ്ടമായിട്ടില്ല. പക്ഷേ അതിനകത്ത് ആദ്യത്തെ 2 എപ്പിസോഡിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത് തന്നെ പുള്ളിക്കാരനെ എല്ലാം എന്നുവെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് പുള്ളിക്കാരനെ എല്ലാ മേഖലയും പുള്ളിക്കാരൻ പരീക്ഷിച്ച് നോക്കി എല്ലാ മേഖലയും ഇതിനകത്ത് കാണിച്ചു വെക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി കോമഡി കൈകാര്യം ചെയ്യും, റൊമാൻറ്റിക് കൈകാര്യം ചെയ്യും. ഇതെല്ലാം ഇതിനകത്ത് കാണിച്ചു വെക്കുന്നുണ്ട്. എല്ലാം ഓവറാക്കാതെ കറക്റ്റ് മീറ്റർ പിടിച്ച് ഈ ഒരു റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് കോമഡി അത്യാവശ്യം ചിലയിടത്തൊക്കെ പാളിപ്പോയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നിവിൻ പോളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്രഭാനന്ദൻ നമ്പൂതിരി എന്നാണ്. ഇത് പുള്ളിക്കാരനൊരു ഗിറ്റാറിസ്റ്റാണ്. ആ പുള്ളിക്കാരൻ്റെ ട്രൂപ്പിലുള്ള കുറച്ച് പേർക്ക് വെളിയിൽ ഷോയ്ക്ക് ഒരു അവസരം കിട്ടുന്നു, പുള്ളിക്കാരന് പോകാൻ പറ്റത്തില്ല. പിന്നെ അതിനുശേഷം പുള്ളിക്കാരൻ നാട്ടിൽ വരുന്നതും അവിടുന്ന് പുള്ളിക്കാരൻ ജീവിക്കാൻ വേണ്ടി തുടങ്ങുന്നതുമാണ് ഇതിനകത്ത് ഒരു ഫ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നെ അജു വർഗീസ് വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി. പിന്നെ റിയ ഷിബു ഈ ഒരു സിനിമയല്ല മെയിൻ ഒരു മാൻ ഓഫ് ദ മാച്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഇന്നത്തെ റിയ ഷിബു എന്ന് പറയുന്നത്. ആ കൊച്ച് നല്ല രീതിയിൽ ആ റോളും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രീതി മുകുന്ദൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രീതി മുകുന്ദൻ്റെ കുറച്ച് റോള് നല്ലോണം പ്രതീക്ഷിച്ചു. പക്ഷേ നല്ല രീതിയിൽ അത് കുറച്ച് ഭാഗത്ത് ഒതുങ്ങിപ്പോയതിൻ്റെ കൂട്ട് എനിക്ക് തോന്നി. പിന്നെ ഇൻ്റർവെല്ലൊക്കെ നിർത്തിയേക്കുന്ന കിടിലാണ്. ഇൻ്റർവെല്ലിന് നല്ല ഒരു ചാർജ് ആകും നമ്മൾ. അത് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് വേറൊരു മേഖലയിലോട്ടാണ് പടം പോകുന്നത്. അതും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് രണ്ട് രീതിയിലുള്ളൊരു കണക്ഷനാണ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് അവസാനം ഒരു ക്ലൈമാക്സിലോട്ട് വരുമ്പം അതൊന്ന് ക്ലാരിഫൈ കുറച്ചൊരു ഭാഗം ഒരു ക്ലാരിഫൈ കൂടെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം നോക്കുവാണെങ്കിൽ നൈസ് പടം എല്ലാവരുടെയും പെർഫോമൻസ്. പിന്നെ ഇതിനകത്ത് അഖിൽ സത്യൻ്റെ എനിക്കൊരു ഇത് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പുള്ളിക്കാരൻ നേരത്തെ ചെയ്ത പടം നിങ്ങളെല്ലാം കാണും, പാച്ചുവും അത്ഭുത വിളക്കും, വരനെ ആവശ്യമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ചെയ്തില്ല. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ഒരു ഇമോഷൻ ടൈപ്പാണ് പുള്ളി പിടിക്കുന്നത്. ഇപ്പം കൂടുതൽ അത് പിടിച്ചു കഴിഞ്ഞാൽ അത് ടൈപ്പ് കാസ്റ്റ് ടൈപ്പും. അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് മാറ്റി പിടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് ഈ പടം മോശമാണെന്നല്ല, നൈസ് പടം തന്നെയാണ്. നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഇറങ്ങി വരാൻ പറ്റും. അതൊരു ഇമോഷൻ രീതിയിലാണ് പടം നിർത്തിയേക്കുന്നത്. പടം നല്ലൊരു ഹിറ്റ് ആവട്ടെ എന്ന്, നിവിൻ പോളിയുടെ നല്ലൊരു തിരിച്ചുവരവ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.